ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെല്ലാവരും കണ്ട് വന്ന ഒരു വാർത്ത, ഒരു പ്രധാന എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു. ശ്രീ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെയും മുൻ മന്ത്രിയായിരുന്ന റിയാസിൻ്റെയും ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. ഈ ഒരു റെയ്ഡിൻ്റെ ബാക്കിയുള്ള റെയ്ഡ് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഇ ഡി ഇതിന് മുൻപും ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ശ്രീ വീണ വിജയൻ്റെ, അപ്പോൾ മകളുടെ തന്നെ പേരിലുള്ള ഒരു കള്ളപ്പണ തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസൊക്കെ വന്നത്. ഇന്ന് വെളുപ്പിനെ 6 മണിക്ക് തുടങ്ങിയൊരു റെയ്ഡ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഇനി ഉള്ള ഒരു പശ്ചാത്തലം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഈ കേസ് പോകാൻ പോകുന്നത്? അതായത് ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതിയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനുമതി ഇ ഡിക്ക് കിട്ടി. അതായത് CMRL ഒരു തടസ്സ ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ അത് നീക്കിക്കൊണ്ട് ഇ ഡിയോട് അന്വേഷണം തുടർന്നുകൊള്ളാൻ ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ CMRL മറ്റൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് അപ്പീൽ കോടതിയിൽ അന്വേഷിക്കണം വരെ ഇതിനൊരു ഇ ഡി അന്വേഷണത്തിനൊരു അവധി നൽകണമെന്നുള്ളത്. അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ കണ്ടത് 10 കേന്ദ്രങ്ങളിലായിരുന്നു, പിന്നീട് അത് 12 കേന്ദ്രങ്ങളിലായി. അപ്പോൾ ഇതിനകത്ത് ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ CPM എന്തുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അവരുടെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാകാവുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിലപാട് CPMഉം പിണറായി വിജയനും എടുത്തിരുന്നു. ഉദാഹരണത്തിന് രക്ഷാപ്രവർത്തനം, ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കണ്ണൂരിൽ നമ്മൾ കണ്ട ആ ഒരു ചെടിച്ചട്ടി കൊണ്ട് ആൾക്കാരുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുന്നു, പിന്നെ ആലപ്പുഴയിൽ ഈ അടിക്കുന്നത് കണ്ടു. ഇതെല്ലാം രക്ഷാപ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും ഒരു സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉത്തരവുണ്ട്. അതിനകത്ത് പിണറായി വിജയൻ്റെ മകൾ, അത് മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട സ്വാധീനമുള്ള വ്യക്തി, മുഖ്യമന്ത്രിയുടെ വ്യക്തിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കരാർ ഈ CMRL എക്സാലോജിക്കിന് കൊടുത്തതെന്നും, അതോടൊപ്പം തന്നെ എന്ത് സേവനത്തിനാണ് ഈ 1.72 കോടി രൂപ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയിലേക്കും വീണ വിജയൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും, അതായത് എനിക്ക് തോന്നുന്നു വീണ വിജയന് പിന്നെ പ്രതിമാസം 5 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും അങ്ങനെ വെച്ചിട്ടായിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു കാലയളവിൽ 1.72 കോടി രൂപ വീണ വിജയൻ്റെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ GSTയും IGST ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നും എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ ഏത് സേവനത്തിനാണ് ഇത് കൈപ്പറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കൊടുക്കാൻ വീണ വിജയനോ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിയും ആദ്യം ഇത് പ്രസ്ഥാനവുമായിട്ട് ഇറങ്ങിയിരുന്നു. പാർട്ടി സെക്രട്ടറിക്കോ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും താത്വിക ആചാര്യനും നീതിമാനെന്ന് സ്വയം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന MA ബേബിക്കോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കോ കേരളത്തിലെ ബുദ്ധിജീവികൾക്കോ ഈ പാർട്ടിയെ പിന്താങ്ങുന്നതിൻ്റെ ഈ സാംസ്കാരിക പശ്ചാത്തലം തീർക്കുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ബുദ്ധിജീവി സംഘമാണ്. ആ സംഘങ്ങൾക്കോ ആർക്കും തന്നെ ഈ ഒരു മിനിമം ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏത് സേവനത്തിനാണ് നിങ്ങൾക്ക് 1.72 കോടി രൂപ ലഭിച്ചത്? സംഭവം ശരിയാണ്. ടാക്സ് വാങ്ങിച്ച കാശിന് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വാങ്ങിയത്. പക്ഷേ എന്താണ് സേവനം ഈ CMRL കമ്പനിക്ക് നൽകിയത് എന്ന വളരെ ലളിതമായ ചോദ്യം ഇന്നിപ്പം CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു, അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകേണ്ട സമയമില്ല, അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുമാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരൊറ്റ ചോദ്യം മാത്രമേ ഇവിടെ പ്രസക്തമുള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പം CPM ഇറങ്ങിയിരിക്കുന്നത് എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നു. അത്ഭുതം പെട്ടുപോയി രാവിലെ കണ്ടപ്പോൾ. കാരണം കണ്ണൂർ പാണ്ഡ്യാല ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ആദ്യം ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെടുന്ന നേതാവ് P ജയരാജനാണ്. അദ്ദേഹത്തിൻ്റെ പരവിന് വേറൊരു ലക്ഷണങ്ങളുണ്ട്. കാരണം പിന്നെ പിണറായി വിജയൻ്റെ പ്രവൃത്തികൾ കണ്ടില്ലേ, ഇതാ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഒരു പ്രത്യേകത, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് താനാണ് എന്നുള്ള അവതരണവും കൂടെ അതിൻ്റെ പിന്നിലുണ്ടാകും. നമുക്ക് മനസ്സിലാവും
പക്ഷേ എങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞത് ആ, ഇത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ആ, ഒരു ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. CPMനെ തകർത്തെങ്കിൽ മാത്രമേ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇന്നലെ BD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, ഞാൻ ഡൽഹിയിൽ പോയി. അതിലേക്കായിരുന്നു വരാൻ പോയത്. ഇനിയിപ്പോൾ അതായിരിക്കും അവര് പറയാൻ പോകുന്നത്. ഇനി അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതെ. ഉറപ്പായിട്ടും പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ ഇവിടെ ED പറഞ്ഞു വിട്ടത് ഇവർ രണ്ടുപേരുടെ ആലോചിച്ചിട്ടാണ്. അതെ, അത് വളരെ വ്യക്തമായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈക്കോടതിയിലെ വിധി ഇന്നലത്തെ കിടക്കുന്നു. അല്ല, അത് ഒരു പ്രസക്തമായ ഒരു കാര്യമല്ലല്ലോ. CPMനെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷെ കോടതി. CPMനെ സംബന്ധിച്ച് ശരിയാണ്, അവിടെയാണ് നമ്മുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നവർ. ഇവിടെ വെറും സാമാന്യ ബുദ്ധി മാത്രമേ പ്രശ്നമാകുന്നുള്ളൂ. അത് ഹൈക്കോടതിയുടെ വിധി എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്, അല്ലേ? ഇന്നലെ തന്നെ മാധ്യമങ്ങൾ, മറ്റേ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ അത് ക്യാരി ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് സാധനം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ശരിയാണ്, EDയെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതും സത്യമാണ്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ എങ്ങനെ നമുക്ക് ആ ഒരു ആരോപണത്തിലേക്ക് ഇതിനെ ചാർത്താൻ പറ്റും? അതിന് നമ്മുടെ സാമാന്യ ബുദ്ധി അനുവദിക്കുന്നില്ല. തീർച്ചയായും ഈ എക്സ്ലോജിക്ക എന്ന് പറയുന്നത് ഒരു IT കമ്പനിയാണല്ലോ. വീണ വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു IT കമ്പനി. അപ്പോൾ ആ ഒരു കമ്പനിക്ക് ഫണ്ട് വരുന്നത് ഒരിക്കലും അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല. അത് ആ കമ്പനിയും വീണയും തമ്മിലുള്ള ഒരു ബന്ധങ്ങളാണ്. അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയന്റെ അഭിപ്രായങ്ങളായിരുന്നു ഇതൊക്കെ. എന്നെ കണ്ടുകൊണ്ടല്ല മകൾക്ക് അത്രയും ഫണ്ട് വന്നല്ലെങ്കിൽ അത് ഒരിക്കലും ഈ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ടതല്ല, അതങ്ങനെയാണ്. പക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോലും അന്ന് വളരെ പ്രയാസമായിരുന്നു എന്ന് നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് അറിയാൻ സാധിക്കുന്നത് 6 മണിക്ക് റെയ്ഡ് തുടങ്ങുമ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയല്ലേ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയാ നടക്കുന്നത്, ഇതൊക്കെ അവർക്ക് പ്രതിരോധിക്കാൻ ഉപയോഗിച്ചൂടെ CPMന്? അല്ല, അവിടെയും ഇത് തന്നെയാണ്, നമ്മുടെ സാമാന്യ ബുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ CMRLൻ്റെ ഈ കരാർ ലഭിച്ചതെന്നുള്ളത്. അതല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെയും നമ്മുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഒരു IT സ്ഥാപനം CMRLനെ ഇതുപോലെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 3 വർഷം കൊണ്ട് 1.72 കോടി റുപ്യ കൊടുത്തിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. 20-ന് ശേഷം കൊടുത്തിട്ടുണ്ടാവുമോ ഇതേ വർക്കിന്? അല്ലെങ്കിൽ വീണ വിജയൻ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തി CMRLൻ്റെ അതിൻ്റെ പ്രവർത്തന രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനത്തിലുള്ള വർക്കായിരിക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പുള്ളൊരു 3 വർഷവും അതിന് പിമ്പുള്ളൊരു 3 വർഷവും ഈ രീതിയിലുള്ള വർക്ക് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം നമ്മളുടെ ഒരു സാമാന്യ ബുദ്ധിയെയും ശരാശരി മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയും ചോദ്യം ചെയ്യുന്നൊരു വിഷയമാണ്. ഇതിനകത്ത് മറ്റൊരു ഏറ്റവും വലിയൊരു ഒരു ചാക്രിക സ്വഭാവം കാണുന്നത് 1939 ഒക്ടോബർ 13 പിണറായി എന്ന ഗ്രാമത്തിൽ വെച്ചാണ് EMS നമ്പൂതിരിപ്പാട്, P കൃഷ്ണപിള്ള, K ദാമോദരൻ തുടങ്ങിയവർ ചേർന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ജന്മം നൽകുന്നത്. മനസ്സിലായേ? മൂലധന രാഷ്ട്രീയത്തിനെതിരെ ഉള്ള പോരാട്ടം, വർഗസമരമാണ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ നാം കാണുന്നത് കേരളത്തിൽ CPM വൻ തകർച്ചയെ നേരിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മൂലധനം തേടിയുള്ള EDയുടെ പോക്ക് എത്തിച്ച് നിൽക്കുന്നത് പിണറായിയിലാണ്. എവിടെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജന്മം കൊണ്ടത്, മൂലധന വർഗത്തിനെതിരെ, മൂലധന താല്പര്യങ്ങൾക്കെതിരെ സമരം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചത്, ആ പിണറായിയിലേക്ക് മൂലധനം തേടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആ സകല സന്നാഹങ്ങളുമായിട്ട് അവിടെയും ചെന്ന് അന്വേഷിക്കുന്നു. ഇത് ഒരു ചാക്രിയമായ ഒരു സ്വഭാവത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിധി വൈപരീത്യമെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് CPMൻ്റെ ഒരു ബംഗാൾ തനിയാവർത്തനത്തിൻ്റെ ഒരു വളരെ വളരെ വ്യക്തമായ ഒരു ഘട്ടവും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി എത്ര തന്നെ ന്യായീകരണമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ EDയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, നമുക്കും ബോധ്യമായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഈ ഒരു സംഗതിയിൽ EDയെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും, അല്ലേ?
പിന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിനെ എങ്ങനെ നമുക്ക് കണ്ടില്ലെന്നിരിക്കാൻ കഴിയും? ഹൈക്കോടതി, നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണോ ഓരോ വിധി കൽപ്പിക്കുന്നത്? അല്ല. അപ്പോൾ അവർക്കും ഇതിനകത്ത് ഈ അന്വേഷണം തുടർന്ന് പോകാം എന്നുള്ള അവരുടെ ലീഗൽ മൈൻഡ് അപ്ലൈ ചെയ്ത സമയത്ത് കണ്ടെത്തിയ കാരണം കൊണ്ട് തന്നെയാണ് ഇ ഡിക്ക് ഈ അനുവാദം കൊടുത്തത്. ഈ ഒരാഴ്ച സമയം എങ്കിലും ഈ തരണമെന്നുള്ള CMRLൻ്റെ അപേക്ഷ നിരസിക്കാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലം കേരളത്തിനെ നിർണായകമായി സ്വാധീനിച്ച, കേരളത്തിൻ്റെ എൻ്റെയും ആതിരയുടെയും ഒക്കെ ജീവിതത്തെ സ്വാധീനിച്ച, ഓരോ മലയാളിയുടെയും ജീവിതത്തെ സ്വാധീനിച്ച ഒരു നിർണായകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വൻ തകർച്ചയുടെ, അതല്ലെങ്കിൽ ഒരു 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 പറഞ്ഞല്ലോ, പിണറായിയിൽ ആരംഭം കുറിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിയിലൂടെ അതിൻ്റെ നാശത്തെ അവസാനിക്കുന്നു, അവസാനത്തിൻ്റെ ആരംഭം കുറിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മൂലധനത്തിന് വേണ്ടി അന്ന് തുടങ്ങി അത് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു ചോദ്യവുമായാണ് പിണറായിയുടെ വീടിന് മുന്നിൽ വന്ന് എത്തി നിൽക്കുന്നത്. ഇത് ശരിക്കും ആ ഒരു പാർട്ടിയുടെ ഒരു ഈ കാലത്തിനനുസരിച്ചൊരു മാറ്റം അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ വിട്ടു ഇനി വ്യക്തി കേന്ദ്രീകൃതമായി മാറിയെന്ന് പാർട്ടിക്ക് തന്നെ സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് വരുന്നത്. ഈ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ പാർട്ടി നേതാക്കളൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും ഒരു ദിവസം തെളിച്ചത്തിൽ വന്ന് തന്നെ ഇതൊരു പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? ഇനി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് വരികയാണ് ഇയാൾ കാരണമാണ് ഞങ്ങൾ തോറ്റത് എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിയുടെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടും. എന്തായിരിക്കും ഇപ്പം ജില്ലാ കമ്മിറ്റികളെല്ലാം പറയുന്നതാണ്. പക്ഷെ ഈ കമ്മിറ്റികൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും കമ്മിറ്റികളിൽ ഇത് പറയുന്നുണ്ട്, നമുക്ക് ഈ സോഴ്സും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്രധാന നേതാക്കളോട് പോയി ചോദിക്കുമ്പോൾ ഏത് കമ്മിറ്റിയിൽ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അത് അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ആ ഒരു വാക്കുകളിലൂടെ യഥാർത്ഥ അവസ്ഥ പറയുകയാണ്. ജനങ്ങൾ അവർ പറയുന്നതിന് വിരുദ്ധമായ സംഗതികളാണ് ജനം മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗതി നമുക്ക് അറസ്റ്റിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ടോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഏത് രീതിയിൽ തെളിവുകൾ കണ്ടെത്തുന്നു, അതല്ലെങ്കിൽ അവർക്ക് ഇനി എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കാനുണ്ട്, കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ വേണമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ അവരുടേതായ പ്രൊസീജിയറിൽ അവരുടെ രീതികളിൽ തീരുമാനിക്കപ്പെടേണ്ട സംഗതിയാണ്. ഇത് ഒരു കേരള സമൂഹം ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ സംഭവമായിട്ടും ഒരു സാമൂഹികമായ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ടാണ് കേരളം ഇതിനെ കാണേണ്ടത്. തീർച്ചയായും. താങ്ക് യു.